ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നൊരു വികാരമാണ്. ദേഷ്യമാണ് അൾട്ടിമേറ്റ്ലി ഇത് വിദ്വേഷമായി മാറും. നല്ലൊരു സാധകനാണെങ്കിൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരില്ല. അവരുടെ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് അവരുമായിട്ട് ദേഷ്യം ഒഴിവാക്കാൻ കഴിയും. പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് പ്രൊവോക്കാവും. പക്ഷേ ഈ സ്ത്രീകളിൽ തന്നെ ദേഷ്യപ്പെടാതെ വളരെ മെച്യൂരിറ്റിയോട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം ആദ്യം ഫോൺ എടുത്ത് വേറൊരു ഫ്രണ്ടിനെ വിളിക്കുന്നതിന് മുൻപ് നമ്മുടെ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ സോളിന് ഏറ്റവും ആവശ്യം നമ്മുടെ സോളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും മൊബൈലും എല്ലാം മാറ്റി വെച്ച് ആരോട് സംസാരിക്കാതിരിക്കും. നമസ്കാരം പ്രതിഭേട്ട. നമസ്തേ പ്രതിഭേട്ട, ഞാൻ ചോദിക്കാൻ പോകുന്നത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ദേഷ്യത്തിന്റെ മറ്റൊരു തലമാണ് വിദ്വേഷം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കൊരാളോട് ഒരു വിദ്വേഷം തോന്നുന്നത്? അതെന്തുകൊണ്ടാണ് ഉത്ഭവിക്കുന്നത്? ഇതിനകത്ത് ഇപ്പോൾ ദേഷ്യം വരാൻ പ്രത്യേക കാരണമൊന്നും വേണ്ട. നമ്മൾ സാധാരണ രീതിയിൽ സാധനയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് പ്രോഗാവും, വളരെ പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഈ സാധനം ഉണ്ടെങ്കിൽ തന്നെയും മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഇറിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ ലൈഫ് പ്രോപ്പറായിട്ട് പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ദേഷ്യം വരാം. ഇതൊക്കെ നാച്ചുറലി വരുന്ന സംഭവങ്ങളാണ്. നല്ലൊരു സാധകനാണെങ്കിൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരില്ല. കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് നല്ലൊരു പേഷ്യൻസ് ഉണ്ടാവും. വളരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രൊവോക്ക് ആവാതെ കൂളായിട്ട് എന്ത് പറഞ്ഞാലും നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷേ നമ്മളൊരു ലാർജ് ക്രൗഡിലേക്ക് പോകുമ്പോൾ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനകത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നിൽക്കുമ്പോഴോ ഒരു 10 പേര് നിൽക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് സ്വാഭാവികം. കാര്യം നമ്മുടെ ഒരു ഫിസിക്കൽ അറ്റയർ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന നമ്മളുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ, നമ്മളൊരു ശാരീരികമായിട്ട് വേറൊരാൾക്ക് നമ്മളെ കാണുന്ന രീതി ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. നല്ല ഡ്രസ്സ് ഇട്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല, നല്ല രീതിയിൽ ഒരുങ്ങി വന്നാൽ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ സംസാരിക്കുന്ന ഇഷ്ടപ്പെടണമെന്നില്ല. പല സംഭവങ്ങളുണ്ടാവാം. എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടില്ല. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ പ്രൊവോക്കാവുന്ന ഒരാളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അവിടെ നമ്മളൊരു പ്രസൻസ് ഉണ്ടെങ്കിൽ ദേഷ്യം. ഇങ്ങനെ പല സിറ്റുവേഷൻസിൽ പല ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും. അതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ വിശദമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ദേഷ്യം ഉണ്ടാകുന്ന ആൾക്കാർ നമ്മൾ പഠിക്കുക. ഞാനത് ഉറപ്പായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നൊരു പ്രവണതയാണ്. എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. മുൻപ് അതൊന്നുമില്ല, ഞാനും ദേഷ്യപ്പെടും, ഞാനും അവരിലൊരാളായിട്ട് മാറും. പോടാന്ന് പറഞ്ഞാൽ വാടാന്ന് പറഞ്ഞാൽ ഞാൻ പോടാന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഞാൻ അതിന് മേളിൽ സംസാരിക്കും. ഇപ്പോൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് അവരുമായിട്ട് ദേഷ്യം ഒഴിവാക്കാൻ കഴിയും. 2, അവർ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരുപാട് സ്ത്രീകൾ പല പ്രശ്നങ്ങൾ വീട്ടിൽ നേരിട്ടിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആണുങ്ങൾക്കുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ വീട്ടിലെ ജോലിയുണ്ട്, ഓഫീസിലെ ജോലിയുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, സാമ്പത്തിക പ്രശ്നം, അതിനു പുറമെ മാനസികമായിട്ട് ആരെങ്കിലും പ്രഷർ കൊടുക്കും, ഹസ്ബൻഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഹസ്ബൻഡ് നല്ല ആളാണെങ്കിൽ തന്നെയും വേറെ എവിടെന്നെങ്കിലും പ്രശ്നം, ചിലപ്പോൾ അമ്മായിയമ്മയുടെ പ്രശ്നം, പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് പ്രൊവോക്കാവും. പക്ഷേ ഈ സ്ത്രീകളിൽ തന്നെ ദേഷ്യപ്പെടാതെ വളരെ മെച്യൂരിറ്റിയോട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നേരിടും, എന്തു പറഞ്ഞാലും എന്നെ ബാധിക്കില്ല, അതൊരു സാഹചര്യമല്ലേ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു സോളിൻ്റെ ഒരു പവറാണ്. സോള് നിൽക്കുന്നത് ഏത് റിലംസിലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഹിന്ദു പുരാണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മഹാദേവനോടൊപ്പം അല്ലെങ്കിൽ പാർവതി ദേവിയോടൊപ്പം നമ്മൾ പലയിടത്തും കാണുന്ന ഒരാളുടെ പേരുണ്ട്, അഗസ്ത്യ മഹർഷി. അല്ലേ? അഗസ്ത്യ മഹർഷി ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഏത് യുഗത്തിലും ഉണ്ട്, മുൻ യുഗത്തിലും ഉണ്ട്, ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞു പോയ യുഗത്തിലും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹയർ റിലംസിൽ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ നിൽക്കുന്ന ഹയർ റിലംസിൽ നിൽക്കുന്ന പല സോളുകളും ഇന്ന് പ്രകൃതിയിലുണ്ട്. ഇവർ ദൈവവുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ പറയുന്ന ശക്തിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് തന്നെ സാധാരണ നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ അടുത്ത ഡയമെൻഷൻസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ നമ്മുടെ സോളിൽ ആരെ സോളാണ് അടുത്ത തലത്തിൽ നിൽക്കുന്നത്, വളരെ പെട്ടെന്ന് അടുത്ത തലത്തിലേക്ക് അവർ കൊണ്ടുപോകാൻ പറ്റും.
അല്ലെങ്കിൽ ഏറ്റവും ലോവർ ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അടുത്ത തലത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഇവർ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പറയണമെന്നില്ല. നമുക്കൊരു ഇൻഡിക്കേഷൻസ് തരാം, യൂണിവേഴ്സൽ ഇൻഡിക്കേഷൻസ് പല ഭാഗത്തു നിന്നും കിട്ടും. പ്രേരിതമായി പലരും ഒന്ന് പറയും, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ കാണിക്കും അത് ചെയ്യരുതേ, ഇത് ചെയ്യൂ. ഇതെല്ലാം ഇവരുടെ സൂപ്പർ ഗൈഡൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ ആ ഗൈഡൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത ഡയമെൻഷൻസിലേക്ക് എത്തും. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഭയങ്കരമായി മോശപ്രവൃത്തികൾ ചെയ്ത് ലോവർ റിലംസിലുള്ള ഒരു ആത്മാവാണ് ഇവിടെ വന്ന് റീബർത്ത് എടുത്ത് ഹയർ റിലംസിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷേ പലരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ താഴെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സൂപ്പർ സോൾസ് ഉണ്ടാവും. ഇതറിയാനുള്ളൊരു തിരിച്ചറിവ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. മേ ബി അങ്ങനെയും പറയാം. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ പറയാം. നമ്മൾക്ക് ചുറ്റും ഒരുപാട് ആത്മാക്കളുണ്ട് അല്ലേ? അതിൽ ഒരുപാട് യോഗിമാരുണ്ട്, ഒരുപാട് എന്താ പറയുക, ഈ മരണപ്പെട്ടു പോയ നല്ല റിലംസിൽ നിൽക്കുന്ന നല്ല ആത്മാക്കളുണ്ട്. ഈ സോളുകളുടെ പ്രസൻസ് നമ്മളെ ചിലപ്പം ഗൈഡ് ചെയ്യും. വന്നിക്കുന്നതിന് വേണ്ടിയായിരിക്കും, നമ്മളത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഈ വഴക്കും ദേഷ്യവും ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നൊരു വികാരമാണ്. അതിനെ എങ്ങനെ വരുത്താതെ കുറച്ചുകൂടെ നമ്മളതിനെ ഒരു കൺട്രോൾ ചെയ്ത് പോയാൻ പറ്റിയാൽ വലിയ പ്രശ്നങ്ങളുടെ ഒഴിവാകും. പിന്നെ ചില പ്രശ്നങ്ങൾക്ക് ദേഷ്യം അനിവാര്യമാണ്. പലരുടെയും പല കാര്യങ്ങൾ 5 or 10 പ്രാവശ്യം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും, പ്രൊവോക്ക് ഉണ്ടാവും അല്ലേ? പക്ഷേ ഇതൊന്നുമില്ലാതെ വളരെ താഴ്മയോടും വളരെ ചിരിച്ച മുഖത്തോടും പറയുന്ന നിരവധി ആൾക്കാരെ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ തലങ്ങൾ വളരെ വലുതാണ്. നമ്മൾ അവരുടെയൊക്കെ കാല് തൊട്ട് വന്നിക്കാനെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല. നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും കൺട്രോൾ കിട്ടണമെന്നില്ല. പക്ഷേ ഈ പറയുന്ന ദേഷ്യം ഇപ്പോൾ യാദൃച്ഛികമായിട്ട് എന്നോട് ആതിര എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആതിരയ്ക്ക് സ്വാഭാവികമായിട്ട് എന്നോട് ദേഷ്യം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇത് പല സിറ്റുവേഷൻസിലും പല പാറ്റേൺസ് ആയിട്ട് വരും. പിന്നെ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ ദേഷ്യം ഉണ്ടാവും. അതിങ്ങനെ കൂടി ഒരു ദിവസം ഇത് ബ്ലാസ്റ്റ് ആവും അല്ലേ? നമ്മൾ കഴിവതും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാതെ, ഇതെല്ലാം ഹിന്ദുമതത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ആത്മാക്കളാണ് അല്ലേ? എന്താണ് മോക്ഷപ്രാപ്തി എന്നും പറയുന്നുണ്ട് അല്ലേ? ഭഗവത്ഗീതയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യന്മാർ ഓരോ ഡ്രസ്സ് മാറി പോകുന്നത് പോലെയാണ് ആത്മാക്കൾ ശരീരം വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാം സോളുകളാണ്, ആത്മാക്കളാണ്. അപ്പോൾ നമ്മൾ വേറൊരാളിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ദേഷ്യപ്പെടുത്താതിരിക്കുക. പിന്നെ പലരും പറയും, ചേട്ടാ വെറുതെ പോകുമ്പോൾ എന്നെ ഒരാൾ അടിച്ചു, ഞാൻ അടിക്കണ്ടേന്ന് ചോദിക്കും. അത് ഓരോ വ്യക്തിയുടെയും തീരുമാനം. പക്ഷേ ദേഷ്യമാണ് അൾട്ടിമേറ്റ്ലി ഇത് വിദ്വേഷമായി മാറും. ദേഷ്യത്തിൽ നിന്നാണ് അപ്പോൾ വിദ്വേഷത്തിലേക്ക് പോകുന്നത്. ഈ ദേഷ്യം എങ്ങനെ കിടക്കുന്നത്? എന്നോട് ഇന്നിപ്പോൾ ആതിര പറയുകയാണ്, എന്തെങ്കിലും രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ മനസ്സിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യും, ചെറിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. നാളെ ഞാൻ ഈ ഫ്ലോറിൽ വരുമ്പോൾ ആതിരയെ ഓർമ്മിക്കുന്നത് ആ പെയിൻ പോയിൻ്റ് ആയിരിക്കും അല്ലേ? ആ പെയിൻ പോയിൻ്റ് ഡേ ബൈ ഡേ കൂടും. ഇത് വലിയൊരു പാറ്റേൺസായിട്ട് രൂപപ്പെടും. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ ആതിരയും കൂടെ ഈ ഫ്ലോറിൽ വെച്ച് ഫേസ് ടു ഫേസ് കാണുമ്പോൾ ആതിര എന്നോട് ചിരിച്ചാലും എനിക്ക് പൂർണ്ണമായിട്ട് ചിരിക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ആ ഒരു പെയിൻ അവിടെ ഉണ്ട്. ഇത് ഡേ ബൈ ഡേ വലുതാകും. വീണ്ടും ഇത് ആ സെയിം പാറ്റേൺ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ദേഷ്യം മാറി വിദ്വേഷത്തിലേക്ക് വരുന്നത്. കുറേ ദിവസം പിന്നെ ആതിരയെ ഞാൻ കാണുമ്പോൾ എനിക്ക് വിദ്വേഷം വരും. ആതിര എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മറന്നുകൊണ്ട് വളരെ പ്ലീസിങ് ആയിട്ട് ചിരിച്ച മുഖത്തോടു കൂടി കുറച്ച് പാടാണ്. നല്ല ഉപാസനയുണ്ട്, നല്ലൊരു സാധകനാണെന്നുണ്ടെങ്കിൽ ഈ വിദ്വേഷത്തിലേക്ക് പോകാൻ നമുക്ക് ബ്ലോക്സ് ഉണ്ടാക്കാൻ പറ്റും. ദേഷ്യം വരും. ആ ദേഷ്യത്തിനെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ട് വളരെ ലൈറ്റർ സ്റ്റേജിലിരിക്കാൻ പറ്റും. ഒന്നും നമുക്ക് വരില്ല. ഇത് എന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കില്ല. ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ലൈഫാണ് പോകുന്നത്, വെറുതെ BP ഞാൻ തന്നെ കൂട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് ആ സമയത്ത് ഓർമ്മ വരണം. അവിടെയാണ് ഒരു സക്സസ് ഇരിക്കുന്നത്. അങ്ങനെ വരുത്തിയെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസിൽ കൂടെ പറ്റുള്ളൂ. ഇതിനൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും മൊബൈലും എല്ലാം മാറ്റിവെച്ച് ആരോട് സംസാരിക്കാതിരിക്കും.
ഇത് അടുത്ത ദിവസം 16 മിനിറ്റ് ആക്കൂ, അതിൻ്റെ അടുത്ത ദിവസം 17 മിനിറ്റ് ആക്കൂ, അങ്ങനെ 1 മണിക്കൂർ ആക്കൂ. മൗനവ്രതം 1 മണിക്കൂർ മിണ്ടാതിരിക്കൂ. മൗനവ്രതത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന ബെനിഫിറ്റ്സ് അല്ല. 1 മണിക്കൂർ ആരുടെയും സംസാരിക്കാതിരിക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മിനിമം 5 മണിക്കൂർ ആരുടെയും സംസാരിക്കാതിരിക്കും. ഒരു മാസത്തിൽ ഒരു ദിവസം ആരുടെയും സംസാരിക്കാതിരിക്കും. പല മൾട്ടി മില്യനേഴ്സും ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. ഞാൻ ഈ മൗനവ്രതം ക്യാമ്പിനകത്തൊക്കെ ഒരുപാട് തലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് ഭയങ്കര വലുതാണ്. ഒരു ദിവസം ആഴ്ചയിൽ സംസാരിക്കാതിരിക്കും, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം സംസാരിക്കാതിരിക്കും. അത് ക്രമേണ ഒരു ക്വാർട്ടർലി ഒരു 5 ദിവസം സംസാരിക്കാതിരിക്കും. സാധാരണ നമ്മളൊക്കെ ഇപ്പോൾ ഒരാളോട് സംസാരിക്കാതിരുന്ന തമാശക്കൊക്കെ കേട്ടിട്ടുണ്ട് മൗനവ്രതം ആണോ എന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഈ സൈക്കോളജി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആരോടും സംസാരിക്കാൻ തോന്നില്ല. കാരണം അതായിരിക്കാം നമ്മുടെ മെൻ്റൽ പീസിന് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും നമുക്ക് അവരോടൊന്നും ദേഷ്യം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ ഒരു താല്പര്യമില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരെ സംബന്ധിച്ചും ഈ പറയുന്ന രീതിയിൽ മിണ്ടാതിരിക്കാമെന്ന് പറയുന്നത് ദേഷ്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ മിണ്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചല്ല, അങ്ങനെയുള്ളവർ ഈ പറയുന്ന ദേഷ്യം, വിദ്വേഷം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും കേട്ടാൽ പോലും ചിലപ്പോൾ ആ സമയത്തിൻ്റെ വേറെ സമയത്താണ് അവർ കേൾക്കുന്നതെങ്കിൽ അത് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ക്യൂരിയസ് ആയിട്ട് ബാക്കി സംശയങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് കേട്ട് കഴിഞ്ഞാലും ഓക്കെ, അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല, അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ആ ഒരു വേള ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനിതൊരു മൗനവ്രതവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, മൗനവ്രതം എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു നല്ലൊരു എക്സസൈസ് പാറ്റേൺ ആണ്. അത് നമുക്ക് ആ ലെവലിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോളിന് ഏറ്റവും ആവശ്യം എന്താണ്? നമ്മുടെ സോളിന് ഏറ്റവും ആവശ്യം നമ്മുടെ സോളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് വെറുതെ ഇരുന്നിട്ട് മൊബൈൽ മാറ്റി വെച്ച് ആരോടും സംസാരിക്കാതെ നമ്മുടെ സോളിനോട്, നമ്മുടെ ആത്മാവിനോട്, നമ്മളിപ്പോൾ നമ്മുടെ സുഖവും ദുഃഖവും നമ്മുടെ വിഷമവും എല്ലാം പറയാൻ ആളുണ്ട് അല്ലേ? നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ പാരൻസ് ഉണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ട്. പക്ഷെ സോളിൻ്റെ ആവശ്യം നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ ശരീരത്തിൽ ആ സോളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നോ അതുവരെയും സോള് കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ സോള് വിട്ടുപോകും, ഉറപ്പാണ്. പക്ഷെ അപ്പോൾ സോളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ വെറുതെ സംസാരിക്കൂ? ഈ മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്ന ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രശ്നം അതായിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ സോള് ഈ പറയുന്ന ആ ഒരു കണക്ഷൻ നിലനിർത്താൻ പറ്റാത്തത്. നമ്മുടെ സോളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സോളിൻ്റെ പവർ നമുക്ക് മനസ്സിലാവും. നമ്മൾ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, ഞാൻ ഇന്ന് അതുവരെ പോവുകയാണ്, എന്നെ ഒന്ന് നോക്കണം. ഒരു നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന നമ്മുടെ ചൈതന്യത്തെ നമ്മൾ എല്ലാ ദിവസവും അപ്ലിഫ്റ്റ് ചെയ്യാൻ പല വഴികൾ സ്വീകരിക്കാറുണ്ട്. മെഡിറ്റേഷനുണ്ട്, പ്രാർത്ഥനയുണ്ട്, ജപമുണ്ട്, അമ്പലങ്ങളിൽ പോകാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ഗുരുക്കന്മാരെ കാണാറുണ്ട്, സദ്ഗുരുവിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. എല്ലാ ദിവസവും എല്ലാ വ്യക്തികളും മിനിമം ഒരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്ത് നോക്കൂ. ഒരു 21 ദിവസം ചെയ്യൂ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം ആദ്യം ഫോണെടുത്ത് വേറൊരു ഫ്രണ്ടിനെ വിളിക്കുന്നതിന് മുൻപ് നമ്മുടെ സോളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആദ്യം നമ്മുടെ സോളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്താണോ ആദ്യം സോളിനോട് സംസാരിക്കൂ. ഒരു നിങ്ങളിൽ ഒരാൾ കൂടെയുണ്ട്. ആ ഒരാളിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരാളിനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാകുകയും നമ്മളുടെ പർപ്പസ് ഓഫ് ലൈഫ് നമ്മളുടെ ഫ്രണ്ടിൽ വരികയും ചെയ്യും. നമ്മുടെ ഈ പറയുന്ന ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക അല്ലേ? നമ്മൾ എന്താണ് നമ്മുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് ഒരാളുടെ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ. ആ മനസ്സിലാക്കൽ നമ്മൾ പോലും അറിയാതെ സോള് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ഫ്രണ്ടിൽ അദ്ദേഹത്തിനെ കൊണ്ടുതരും. ഇപ്പോൾ കയ്യിൽ പൈസയൊന്നുമില്ല, ഒരു ബിരിയാണി കഴിക്കണമെന്ന ആഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബിരിയാണി കൊണ്ടുതരുന്ന ആരാണ്? യൂണിവേഴ്സ് ഒരാളിനെ കണക്ട് ചെയ്യും. അപ്പോൾ ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, വയറ് വീർത്തു, ഭയങ്കര സന്തോഷം. ഇപ്പം അതിനെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവിടെയാണ് ഈശ്വര ചൈതന്യം ഉള്ളത്. ആ ബിരിയാണി കൊണ്ടുവന്ന ഒരാൾ ആര് വിട്ടതാണ്? ഈശ്വരൻ വിട്ടതാണ്. അപ്പോൾ ഈശ്വരനോട് നമ്മൾ നന്ദി പറയേണ്ടത് അവിടെയാണ്.
അപ്പോൾ എനിക്ക് കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സോളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മാറ്റം വരും. ഈ മാറ്റങ്ങൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസിലേക്ക് കൺക്ലൂഷൻ വരും. അതായത് ദേഷ്യം വരാം, ചിലപ്പോൾ മാറ്റിയെടുക്കാം, വിദ്വേഷത്തിലേക്ക് പോവില്ല. വിദ്വേഷം എന്ന് പറയുന്നത് ഒരു പോയിസണാണ്. ഈ പോയിസൺ നമ്മൾ എന്തിനാണ് എന്നും കൊണ്ടു കിടക്കുന്നത്? ഒരാളോടും ഒരു പകയും ഉണ്ടാകാതെ നമുക്ക് മാറ്റാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരുപാട് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ വിദ്വേഷം വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്